എല്ലാവർക്കും നമസ്കാരം. എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് നൽകാനായിട്ട് പോകുന്നതെന്ന് നോക്കാം. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ ലവ് എന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീലായി പോകാനായിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഹീലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളോടും ക്ഷമിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിക്കും ക്ഷമിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരുമായിട്ടൊക്കെയാണോ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത്, നല്ല രീതിയിൽ പോകാൻ പറ്റാത്തത്, അവരോടൊക്കെ നിങ്ങൾ ആ ഫോർഗീവ്നെസ് പ്രയർ ചെയ്യുക. അത് നല്ലതായിരിക്കും. ഹോപ്പനൊപ്പനോ പ്രയർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ചെല്ലുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കുറച്ചും കൂടെ ഒരു ഹീൽഡ് ആവുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. യുവർ വൈബ്രേഷൻ ഈസ് റൈസിങ്. അതെ, അപ്പം നിങ്ങളുടെ വൈബ്രേഷൻ ആ ഒരു നല്ല ഫ്രീക്വൻസി ഉയരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു എനർജറ്റിക് ഫ്രീക്വൻസിയിൽ നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അനുകൂലം ആയിട്ട് തന്നെയാണ് നടക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ട്രസ്റ്റ് യുവർ ഏഞ്ചൽസ്. അപ്പോൾ അതാണ് ലെറ്റ് ഗോ ഓഫ് യുവർ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഹൗ യുവർ ഡ്രീംസ് വിൽ കം ട്രൂ. എങ്ങനെ നിങ്ങളുടെ ഡ്രീംസ് നടക്കുമെന്നൊന്നുമുള്ള ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനേക്കാൾ അതിൽ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ ഏഞ്ചൽസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. പെർഫെക്റ്റ് പ്ലാനാണ് നിങ്ങൾക്ക് വേണ്ടി ഏഞ്ചൽസ് കരുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നടക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന മെസ്സേജ്.